വട്ടിയൂർക്കാവ് MLA ശ്രീ VK പ്രശാന്ത് സമ്മേളന വേദി റോഡ് കയ്യേറെ തന്നെ നിർമ്മിക്കണം എന്ന തീരുമാനം എന്തുകൊണ്ടാണ് കൈക്കൊണ്ടത്? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? CPIM-ന്റെ പാളയം ഏരിയ പൊതുസമ്മേളനമാണ് അവിടെ നടന്നത്. ഏരിയ സമ്മേളനമൊക്കെ ഞങ്ങൾ ഹാളിൽ തന്നെയാണ് നടത്തിയത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു ദോഷം വരണമെന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ എന്നുള്ള ഒരു ധാരണ നമുക്കാർക്കും ഇല്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം നടത്താൻ പറ്റിയ വേദി മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു സാഹചര്യം വന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നടത്തേണ്ടതായിട്ട് വന്നത്. കണ്ണാടിയുടെ മുമ്പിൽ ശ്രീനിവാസൻ നിന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി രോഷം പ്രകടിപ്പിക്കുന്നത് പോലെ നിന്നാൽ നമുക്ക് വഴി നടക്കാനുള്ള അവകാശവും നമുക്ക് സംസാരിക്കാനുള്ള അവകാശവും നമുക്ക് ഹർജി കൊടുക്കാനുള്ള അവകാശവും ഒക്കെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. താങ്കൾ പറഞ്ഞു ഈ പാളയം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഒരു പൊതുസമ്മേളനം നടത്താൻ കണക്കിനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് താങ്കൾ വഞ്ചൂർ കോടതിക്ക് തൊട്ടു മുന്നിലെ പൊതു റോഡ് കയ്യേറി അവിടെ ഈ സ്റ്റേജ് കെട്ടിയെന്ന് പറയുന്ന. അപ്പോൾ ഈ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അനുമതിയുണ്ടോ? എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് ഈ റോഡ് കയ്യേറി അപ്പോൾ ചട്ടവിരുദ്ധമായി, പ്രത്യക്ഷത്തിൽ തന്നെ ചട്ടവിരുദ്ധമല്ലേ നടപടി? അപ്പോൾ ചട്ടവിരുദ്ധമായ ഒരു നടപടിയിലൂടെ ആണോ സമ്മേളനം നടത്തേണ്ടത്, പൊതുയോഗം നടത്തേണ്ടത്? അപ്പൊ അങ്ങനെ സമരമേ പാടില്ല, സമ്മേളനം പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയും? അല്ല, ഒരിക്കലും അല്ല. സമരം പാടില്ലെന്നോ സമ്മേളനം പാടില്ലെന്നോ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സമരം ചെയ്യാൻ അനുമതി ഇല്ലാഞ്ഞിട്ടാണോ CPIM-ന്റെ 2012 സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ 10-50,000 മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ പൊതുസമ്മേളനം നടന്നത്? ചോദ്യം, ഈ ദിവസം ഒരു പകൽ മുഴുവൻ ആ റോഡ് കെട്ടിയടച്ചു, അവിടെ സ്റ്റേജ് കെട്ടി, അതിന്റെ തൊട്ടു മുന്നിൽ KPAC നാടക സംഘത്തിന്റെ ഒരു വണ്ടി കൊണ്ടിട്ടു. അതുവഴി അന്ന് ആരും യാത്ര ചെയ്യാൻ കഴിയില്ല. അന്ന് വൈകുന്നേരം അവിടെ ഉണ്ടായ ബുദ്ധിമുട്ട് ഞാനും താങ്കളും ഒക്കെ കണ്ടതാണ്. അവിടെ ഈ റോഡിന് നടുക്ക് ജനങ്ങളെ വെല്ലുവിളിച്ച് മാത്രമേ ഞങ്ങൾ ഈ സമ്മേളനം നടത്തൂ എന്ന് പറഞ്ഞാൽ അത് മുട്ടാപ്പോക്കല്ലേ? ഒരു മര്യാദ വേണ്ടേ? കാര്യം രാവിലെ മുതൽ മാധ്യമങ്ങൾ പറയുകയല്ലേ ഈ സ്ഥലത്ത് സമ്മേളനം നടത്തിയാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഒട്ടനവധി ആശുപത്രികളെ ആശ്രയിക്കുന്നവർ സഞ്ചരിക്കുന്ന വീഥിയാണ്, ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്, പാതയോരമല്ല പാതയിലാണ് വേദി കെട്ടിയത്. ഇവൻ ശരിയല്ല. അപ്പോൾ അവിടെ മാത്രം തന്നെ ഞങ്ങൾ സമ്മേളനം നടത്തുകയുള്ളൂ. ഒപ്പം തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അതിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന്. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ നേതാക്കൾ പറഞ്ഞു എന്താണ്? അനുമതി ഉണ്ടായിരുന്നോ ആ വേദിക്ക്? ഉത്തരം കൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത്, നമുക്കറിയാമല്ലോ, വഞ്ചൂർ ജംഗ്ഷന് മുമ്പിൽ ഒരു ഭാഗം പൂർണ്ണമായും തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരം തന്നെ. നേരത്തെ അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ പ്രദേശത്തേക്കുള്ള റോഡുകളും ഇതുവഴിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തുകാരായി നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയുമോ? അതുവഴി പോയ പൊതുജനത്തിന്റെ പ്രതികരണമാണ് ശ്രീ പ്രശാന്ത് കേട്ടത്. ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി അതല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ആയുർവേദ കോളേജിലേക്ക് പോകുന്ന വഴി അതല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? എയർപോർട്ടിനെ ആശ്രയിക്കുന്ന ആ വഴി പോകില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അതാണോ മറുപടി? ആളുകളും വഞ്ചൂർ വഴി പോയെന്നാണ് അങ്ങ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ല, അതുവഴിയുള്ളവർ അതുവഴിയല്ലേ പോകേണ്ടത്? ആ റോഡിനെ ആശ്രയിക്കുന്നവർ ഏത് വഴിയാണ് ശ്രീ പ്രശാന്ത് പോകേണ്ടത്? അവിടെയുള്ള റോബോട്ടുകളല്ലോ, മനുഷ്യർ തന്നെയല്ലേ ആ നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ അവർ ആശ്രയിക്കേണ്ടത് ഏത് വഴിയാണ്? എണീറ്റ് വരണ്ടേയിരുന്നു. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരും മനുഷ്യരും അല്ലേ അനൂപേ? തീർച്ചയായും ശ്രീ പ്രശാന്ത്, ഞാൻ താങ്കളുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നത്, അനുമതിയില്ലാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമ വാർത്തകളെ അവഗണിച്ചുകൊണ്ട് ആ പരിപാടി നടത്തിയെടുത്താണ് ശ്രീ പ്രശാന്ത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അനൂപിന്റെ വാദം കേൾപ്പിക്കാനാണെങ്കിൽ ഞങ്ങളെ ഒന്നും വിളിക്കേണ്ട. അനൂപ് മാത്രമേ ഇരുന്ന് പറഞ്ഞോണ്ടിരുന്നു. താങ്കളുടെ പോയിന്റ് പറയുമ്പോൾ ആ പോയിന്റ് പ്രശ്നമാണെങ്കിൽ താങ്കളെ അറിയിക്കണ്ടേ? അതൊരു സംവാദ മര്യാദയല്ലേ? അനൂപ്, ഞാൻ സംസാരിക്കുമ്പോ എന്നെ തടസ്സപ്പെടുത്തിയിട്ട് എന്ത് നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. അവിടെ ഒരു പൊതുസമ്മേളനം നടത്താൻ നമുക്ക് തിരുവനന്തപുരത്ത് കൃത്യമായ വേദികൾ നമുക്കില്ല. ഞാൻ ആ പോയിന്റാണ് ആദ്യം സൂചിപ്പിച്ചത്. അപ്പൊ അത്തരം സമരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ടാകും. ഞങ്ങൾ മാത്രമല്ലല്ലോ, മറ്റെത്രയോ സംഘടനകൾ, ജാതി മത സംഘടനകൾ, അമ്പലങ്ങളുടെ ഘോഷയാത്രകൾ, ഇതൊക്കെ നടക്കുകയല്ലേ. അപ്പോഴൊക്കെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാരും ചൂണ്ടിക്കാണിക്കുന്നില്ലല്ലോ. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറയാലോ. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ് അവിടെ CPI സർവീസ് സംഘടനയുടെ രാപ്പകൽ സമരം.
ആ 36 മണിക്കൂർ രാപ്പകൽ സമരം എന്തിനാണ് ശ്രീ വി കെ പ്രശാന്ത്? പങ്കാളിത്ത പെൻഷനെതിരെയാണ് ആ രാപ്പകൽ സമരം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ സർക്കാർ ഭരിക്കുന്നു, അവിടെ സർക്കാരാണ് നയം തിരുത്തേണ്ടത്. ഈ പങ്കാളിത്ത പെൻഷന് വേണ്ടി അവിടുത്തെ ജോയിന്റ് കൗൺസിലാരോ CPI സംഘടനക്കാരോ സമരം നടത്തുന്നത് അതുവഴി പോകുന്ന സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകണം എന്നുള്ള ചോദ്യം ന്യായമല്ലേ? ഭരിക്കുന്നവർക്ക് ആർക്കും സമരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ഭരണവും സമരവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഭരണമുന്നണിയിലുള്ള ആളുകൾക്ക് തന്നെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവിടെയുള്ള അപാലവൃദ്ധം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചതിനെയാണ് ചോദ്യം ചെയ്തത്. താങ്കൾ അപ്പോഴും ഒരു അരാഷ്ട്രീയവാദമായി ഇതിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ശ്രീ പ്രശാന്ത്. CPIയുടെയും ഒരു സമരത്തെ മാത്രം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനാണ് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഞാനതാണ് പറഞ്ഞത്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലമടക്കം ഗവൺമെന്റ് നിശ്ചയിക്കട്ടെ. അതില്ലാത്ത സന്ദർഭത്തിൽ നമുക്കിതല്ലേ മാർഗമുള്ളൂ. പാതയോരങ്ങളിലും വഴിവക്കിലും അല്ലാതെ നമുക്ക് എവിടെയാ സമരം ചെയ്യാൻ വേണ്ടി കഴിയുക? കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അപ്പൊ അത്തരം എങ്ങനെ മറച്ചു കിടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ ആലോചിക്കും. അതിനാവശ്യമായിട്ടുള്ള ഭരണത്തിൽ പങ്കാളിത്തമുള്ള പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പരിശ്രമിക്കും. ഇതുപോലെ മുൻപും പല വിവാദങ്ങൾ വന്നപ്പോഴും ഇത്തരം ചർച്ചകളൊക്കെ വന്നു. പക്ഷെ ആ ചർച്ചയിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താറില്ല എന്നതാണ് ഈ നാടിന്റെ ഒരു ദുർവിധി. ഇവിടെ ഈ സമരങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താ? ജനങ്ങളുടെ വിഷയങ്ങളല്ലേ? ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ്, ജനങ്ങളെ പ്രയാസപ്പെടുത്താനാണ്, മനുഷ്യനെ വഴി നടക്കാൻ അനുവദിക്കാതിരിക്കാനാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി പോലും നിസ്സഹകരണ സമരവും നിയമലംഘന സമരവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നിട്ട് അപ്പൊ അത്തരം സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത് നമ്മൾ ഇനി സമരങ്ങളെ പാടില്ല, നിങ്ങൾ ആരും വാ തുറക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും യോജിക്കാൻ വേണ്ടി കഴിയില്ല. വി കെ പ്രശാന്ത്, ഈ സമരത്തിനെതിരാണ്, അരാഷ്ട്രീയവാദികളാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നതൊരു പൊതുവൽക്കരണമാണ്. അത് ഇത്തരം വാദങ്ങൾക്കുള്ള മറുപടിയാണോ? ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് മുതൽ ഇങ്ങോട്ട് എത്ര പരിപാടികൾ പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നടത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദ കൂടിയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഈ സമരം ചെയ്തല്ലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഗാന്ധിജി സമരം ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സമരം ചെയ്ത് നമുക്ക് ഈ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നേടിത്തന്നത് ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ കൂടിയാണ്. എന്താ ഉറക്കം വരുന്നു? ആ അവകാശങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടത് കൊണ്ടാണ് ശ്രീ വി കെ പ്രശാന്ത് ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 10 മനുഷ്യരെ ബുദ്ധിമുട്ടിച്ച് മാത്രമേ ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വാശിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.